നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരവും വളരെ രുചികരവുമായ ഒരു പത്തില തോരനാണ്. നമ്മുടെ വീട്ടുപറമ്പിലും പരിസരത്തു നിന്നും കിട്ടാവുന്ന ഇലകൾ ഉപയോഗിച്ച് നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ 10 ഇലകൾ എടുത്തിട്ട് അവയെ ഞാൻ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഞാൻ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച 10 ഇലകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇലകളൊക്കെ ഒന്ന് നന്നായി കിടന്ന് വേവട്ടെ. അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ ആവശ്യമായ നാളികേരം റെഡിയാക്കാം. അതിന് വേണ്ടി കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് നല്ല ചീനമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള ഇലകളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെക്കാം. നാളികേരം കിട്ടുന്നതിന് ശേഷം ആവിയിൽ കിടന്നിട്ട് ഇലയും നാളികേരം എല്ലാം പാടൊന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഇലയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മുടെ പത്തില തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇതാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരവും രുചികരവുമായ പത്തില തോരൻ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.